അസ്സലാമലൈക്കും. ഷാഹിന മോളെ. ആമിനുമ്മ ഒരു കൈ മറ്റേ കാലിൽ കുത്തിക്കൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറിക്കൊണ്ട് വിളിച്ചു. ഗോൾഡെല്ലാം സെറ്റാക്കി പെട്ടിയിൽ അടുക്കി വെക്കുകയായിരുന്നു ഷാഹിന. അത് കേട്ടൊന്ന് തിരിഞ്ഞു നോക്കി. താൻ അടുക്കി വെക്കുന്ന സ്വർണത്തിലേക്ക് കണ്ണും വീഴ്ച നോക്കി നിൽക്കുന്ന ആമിനുമ്മ. അവൾ വേഗം പെട്ടി അടച്ചു വെച്ചു. എന്താ വേണ്ടത്? ഷാഹിനയുടെ സ്വർണം കണ്ട് ആമിനുമ്മയുടെ കണ്ണെല്ലാം മഞ്ഞളിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. ഇനി ഇതെല്ലാം അനുഭവിക്കാൻ ഞാനും എൻ്റെ മോനും. അവരുടെ മുഖമൊന്ന് പൂനിലാവ് പോലെ തിളങ്ങി. ഹലോ, എന്താ? ഷാഹിന ആമിനുമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് വിരൽ നൊടിച്ചു. പെട്ടെന്ന് ആമിനുമ്മ സ്വബോധത്തിലേക്ക് വന്നു. അത് മോളെ, പിന്നെ ആമിനുമ്മ ഒന്ന് ബബ്ബ അടിച്ചു. അല്ല, നിങ്ങൾക്ക് വിൽക്കണ്ട? ഷാഹിന അവരെ ഒന്ന് പരിഹാസത്തോടു കൂടി നോക്കി. അയ്യോ മോളെ, എനിക്ക് വിൽക്കൊന്നുമില്ല. ഞാൻ എൻ്റെ പൊന്നുമോളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. അപ്പോഴാ ഉമ്മാൻ്റെ കുട്ടി സ്വർണ്ണമെല്ലാം അടുക്കി വെക്കുന്നത് കണ്ടത്. ഇനി മോൾക്ക് താഴേക്ക് അതും താങ്ങി വരണ്ടല്ലോ. ഉമ്മ ഇങ്ങോട്ട് കയറി വന്ന സമയം ഏതായാലും കൊള്ളാം. ഇനി ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. ആമിനുമ്മ സന്തോഷത്തോടു കൂടി 2 കൈയും ഷാഹിനയുടെ മുന്നിലേക്ക് നീട്ടി. എന്ത് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്നതൊക്കെ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഷാഹിന 2 കൈയും കെട്ടിവെച്ച് ആമിനുമ്മയോട് ചോദിച്ചു. അത് പിന്നെ മോളെ, കല്യാണം കഴിഞ്ഞു വന്നാൽ സ്വർണമെല്ലാം ഭർത്താവിൻ്റെ ഉമ്മമാരാണ് സൂക്ഷിച്ചു വെക്കുക. മോൾക്കിതൊന്നും അറിവുണ്ടാവില്ല. ഇജ്ജ് പുറത്തൊക്കെ പോയി പഠിച്ച കുട്ടിയല്ലേ. എൻ്റെ മോൻ്റെ ഭാഗ്യമാണ് ഈ പൊന്നുമോൾ, ഉമ്മാൻ്റെ സുന്ദരി കുട്ടി. അത് പറഞ്ഞ് അവളുടെ കവളിലൊന്ന് നുള്ളി. താടിയൊന്ന് ആട്ടിക്കൊടുത്തു ആമിനുമ്മ. ഓ, അതിനായിരുന്നോ? ഞാനും കരുതി എന്ത് തരാനാണെന്ന്. ഈ പ്രകടനമൊക്കെ എൻ്റെ മുന്നിൽ ഇങ്ങനെ കാഴ്ചവെക്കുന്നതെന്ത്? അവൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ സംസാരത്തിലെ പരിഹാസം ആമിനുമ്മക്ക് അങ്ങ് മനസ്സിലായില്ല. അവർ വീണ്ടും തുടർന്നു. അതെ, ഇപ്പോൾ എൻ്റെ മോൾക്ക് മനസ്സിലായല്ലോ. മോൾ വേഗം എടുത്തോട്. ഭക്ഷണമൊക്കെ താഴെ റെഡിയാണ്. മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് വേഗം പോയി കഴിക്കേണ്ടേ? ആമിനുമ്മ 2 കൈയും ഒന്ന് തുണിയിൽ തുടച്ചുകൊണ്ട് സ്വർണത്തിനായി വീണ്ടും കൈനീട്ടി. തൽക്കാലം ഭർത്താവിൻ്റെ ഉമ്മ ഇപ്പോൾ പോവാൻ നോക്ക്. ഇത് എനിക്ക് എൻ്റെ ഉപ്പ എൻ്റെ ആവശ്യങ്ങൾക്കായി തന്ന സ്വർണമാണ്. ഇത് സൂക്ഷിച്ചു വെക്കാൻ ഇപ്പോൾ എനിക്ക് കഴിവുണ്ട്. നാളെ തന്നെ ഞാൻ ഇത് ലോക്കറിൽ കൊണ്ടുപോയി വെക്കും. ഇനി എന്നെ കഴിക്കാൻ വിളിക്കാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. എനിക്ക് സമയമായാൽ അങ്ങ് വരാൻ കഴിയും. വേറൊരു കാര്യം കൂടി, ഇത് ഞങ്ങളുടെ ബെഡ്റൂം ആണ്, അല്ലാതെ ലിവിങ് ഹാളല്ല. ഇവിടേക്ക് ഇനി ഇങ്ങനെ കയറി വരരുത്. ഇവിടെ ഞങ്ങൾക്ക് പ്രൈവസി വേണം. ഇനി ഇത് മേലാക്കം ആവർത്തിക്കരുത്. ഇപ്പോഴും 90-ൽ നിന്ന് ബസ് കിട്ടിയിട്ടില്ല തള്ളക്ക്. ഒരു സ്വർണം സൂക്ഷിക്കാൻ വന്നിരിക്കുന്ന ആള് വെറുതെ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്താൻ വേണ്ടി. അവളൊന്ന് ഉറക്കെ പെറുപിറുത്തുകൊണ്ട് വാതിൽ ആനടിച്ചു. ആമിനുമ്മ മുഖത്ത് അടിയേറ്റ പോലെ വിളറി വെളുത്തു. ഇപ്പോൾ ഇവിടെ ക്ഷമിക്കണം. ഈ ആമിനാൻ അവൾക്ക് ശരിക്കും അറിയില്ല. പാമ്പിനെ മടിയിലിട്ട് കുത്തും പോലെ അവളെ ഞാൻ കുത്തു. അവളൊരു പീഡപ്പെണ്ണ്. അതിനു മുമ്പ് ആ സ്വർണമെല്ലാം കയ്യിലാക്കണം. ആമിനൊന്ന് ഇരുത്തി ചിന്തിച്ചു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ താഴേക്കിറങ്ങി. മോളെ ആരിഫ, നീ ഇതെവിടെയാ? എന്താ ഉമ്മ? ഉമ്മാൻ്റെ വിളി കേട്ട് ഇളയവൾ സജിന ഫോൺ കയ്യിൽ പിടിച്ചു ഓടിയെത്തി. ആരിഫ, എവിടെ മോളെ? എല്ലാവർക്കും ചോറ് വിളമ്പാൻ പറയൂ അവളോട്. അത് ഇത്താത്ത അടുക്കളയിലാണ്. ഷാഹിനക്ക് രാത്രി ജ്യൂസോ ഓട്സോ അങ്ങനെ എന്തെങ്കിലും വേണത്രേ. അതെന്തോ ഉണ്ടാക്കാനാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. അല്ല ഉമ്മ, നിങ്ങളല്ലേ നേരത്തെ ഷാഹിനെ പിടിച്ച് ആർത്തിയത്? ഓളി സമയമായിട്ടും വിളി കേട്ടിട്ടില്ലേ? സജിന ഉമ്മാൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇജ് അതൊക്കെ എപ്പോൾ കേട്ടു? ഏതു നേരവും ഈ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കലല്ലേ എൻ്റെ പണി. മര്യാദയ്ക്ക് ആ കുട്ടിക്ക് ചോറ് കൊടുത്തോട്. വെറുതെ അല്ല എൻ്റെ കെട്ടിയോൻ്റെ വീട്ടുകാർ എന്നെ അവിടെ ഇരുത്താത്തത്. ആമിനുമ്മ സജിനയോട് തട്ടിക്കയറി. ഇതെന്ത് കൂത്ത്? ഉമ്മാക്ക് എന്താ വെച്ചേ? ഈ കാലത്തിനിടയ്ക്ക് എന്നെ ഒന്നും വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. അവൾക്ക് സങ്കടം വന്നു. സജിന ഒന്ന് കണ്ണു നിറച്ച് ആമിനുമ്മയെ നോക്കി.
മകളുടെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ ആമിനുമ്മയുടെ മനസ്സ് നൊന്തു. ഇളയവളാണ്, അത്രയും ലാളിച്ചാണ് അവളെ വളർത്തിയത്. ഷാഹിനയോടുള്ള ദേഷ്യം അവളുടെ മേൽ തീർത്തതാണ്. ഉമ്മ വെറുതെ പറഞ്ഞതാട്ടോ, ഉമ്മാൻ്റെ കുട്ടി വിഷമിക്കേണ്ട. ആമിനുമ്മ പോയി അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു. എൻ്റെ കുട്ടിക്ക് നാളെ തന്നെ പോയി നമുക്ക് പുതിയ സ്വർണ്ണ പാദസരം വാങ്ങാട്ടോ, ഞാൻ ഫൈസിനോട് പറയട്ടെ. സ്വർണം എന്ന് കേട്ടപ്പോൾ തന്നെ സജിനക്ക് സന്തോഷമായി. മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ലല്ലോ. അവളൊരു ആർഭാട ജീവിതം ഇഷ്ടപ്പെടുന്നവളായിരുന്നു. പക്ഷേ അവളെ കല്യാണം കഴിച്ച വീട്ടിൽ ഓളോതൊന്നും നടക്കൂല. അപ്പോൾ ഓരോ പേരും പറഞ്ഞ് ഇങ്ങോട്ട് തെറ്റിപ്പോരും. ആമിനുമ്മയാണെങ്കിൽ ഫുൾ സപ്പോർട്ടാണ് അവൾക്ക്. മകളെ സമാധാനിപ്പിച്ചിരിക്കുമ്പോൾ ആമിനുമ്മയുടെ മനസ്സ് അവിടെ ഒന്നല്ലായിരുന്നു. ഉമ്മ, പിന്നെ നാളെ ഷാഹിനയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന AC-യും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മറ്റ് ഫർണിച്ചറും ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ എടുക്കരുത് കേട്ടോ. അത് ഞാൻ പുതിയ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് കൊണ്ടുപോകാലോ. അവരൊക്കെ വലിയ തറവാട്ടുകാരല്ലേ, അപ്പോൾ നല്ല കമ്പനിയുടെ കൊണ്ടുവരികയുള്ളൂ. ഇവിടെ പഴയതൊക്കെ ഉണ്ടല്ലോ. സജിന ഒന്ന് ഉമ്മാനെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. ആ മോളെ, അങ്ങനെ തന്നെ ചെയ്യാം. ഇവിടെ കൊണ്ടുവരുന്ന ഉപകരണങ്ങളെല്ലാം നിനക്ക് തരാം. ആമിനുമ്മ തല കുലുക്കി. ഓട്സും ജ്യൂസും മറ്റും റെഡിയാക്കിക്കൊണ്ട് ആരിഫ അടുക്കളയിൽ നിന്ന് വന്നു. ഷാഹിനയെ വിളിച്ചുകൊണ്ട് അത് മേശയുടെ മുകളിൽ വെച്ചു. അവൾ മറ്റുള്ളവർക്കെല്ലാം ബിരിയാണിയും വിളമ്പി വെച്ചു. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു. ഫൈസിയും കുട്ടികളും ആമിനുമ്മയും സജിനയും അവരുടെ കെട്ടിയന്മാരും ഡൈനിങ് ഹാളിലെത്തി. അതിനുശേഷമാണ് ഷാഹിന വന്നത്. അവൾ ഒരു പലോസയും ഇറക്കമില്ലാത്ത ടോപ്പും ധരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വന്നു. ഹായ് മാമ, അവൾ ആരിഫയുടെ ഭർത്താവിനെ നോക്കി വിളിച്ചു. ഹായ് മോളു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും കേട്ടോ. മാമി ഇവിടെ നിൽക്കും. പിന്നെ നാളെ ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. പിന്നെ മോളുടെ ഉപ്പ LGയുടെ അടുത്ത് നിൽക്കൂട്ടോ, LG ഷോറൂമിലെ. മോളുടെ ഉപ്പ LG ഷോറൂം നാളെ ഇവിടത്തേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാമ, ഒരു കാര്യം പറയാനുണ്ട്. ഉപ്പാനോട് പറയൂ എനിക്ക് AC മാത്രം മതിയെന്ന്. അതെൻ്റെ ബെഡ്റൂമിൽ ഫിക്സ് ചെയ്യാനാണ്. ഫ്രിഡ്ജ് അതുപോലെ മറ്റു ഉപകരണങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അത് വാങ്ങാൻ ഉപയോഗിക്കുന്ന പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറയൂ. അല്ലെങ്കിൽ വേണ്ട, ഇതെല്ലാം ഞാൻ തന്നെ പറഞ്ഞോളാം. ഇത് കേട്ടപ്പോൾ സജിന അന്തം വിട്ട് ഉമ്മാനെ നോക്കി. അപ്പോൾ ആമിന ഒന്ന് തല താഴ്ത്തിയിരുന്നു. ഷാഹിന വേഗം പോയി ഫൈസിയുടെ അടുത്ത് കസേരയിലിരുന്നു. അവൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ല. അറബി വിളമ്പി തരുന്നത് പോലെ തരാനും വരുന്നതാണെന്നാണ് കരുതിയത്. ഇൻഷാല്ലാ ബാക്കി കഥ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.